തൊഴിലാളികളുടെ അഭാവം മൂലം ഇടുക്കിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനായി അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ പോയതാണ് നിർമ്മാണ മേഖലയിലേക്ക് തിരിച്ചടിയായത്. ഇടുക്കിയിൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടരുന്നു. ബംഗാളിൽ നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ വോട്ടെടുപ്പിനായി നാട്ടിലേക്ക് മടങ്ങിയതോടെയാണ് സ്ഥിതി ഗുരുതരമായത്. തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും മന്ദഗതിയിലായി. ചില സ്ഥലങ്ങളിൽ നിർമ്മാണങ്ങൾ പൂർണ്ണമായി നിർത്തി. ചെറിയ നിർമ്മാണങ്ങൾ മുതൽ വലിയ പദ്ധതികൾ വരെ വൈകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ പ്രശ്നം തൊഴിലാളികളെ കിട്ടുന്നില്ല. ബംഗാളികളാണ് കൂടുതലും കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ വോട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിലവിൽ പണികളൊന്നും നടക്കുന്നില്ല. ബാധിക്കണമെന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലയും കുതിച്ചുയർന്നു. തൊഴിലാളി ക്ഷാമത്തിനൊപ്പം ഇതും നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയാണ്. മെറ്റീരിയൽസിന്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിനെല്ലാം ഇപ്പം വില കൂടി. സിമെന്റിനൊരു 20 രൂപ കൂടി, അതുപോലെ കമ്പിക്ക് ഒരു 15 രൂപ 20 രൂപ അടുത്ത് കൂടി. അതുപോലെ തന്നെ ക്ലോസറ്റ്, വയറിംഗ് സാധനങ്ങൾ, സാനിറ്ററി ഐറ്റംസ് എല്ലാത്തിനും വില കൂടി. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്ക് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടുക്കിയിലുണ്ടായിരുന്ന 30,000-ഓളം അന്യസംസ്ഥാന തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം നാട്ടിലേക്ക് മടങ്ങി. ഇവരുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.